നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മെ ഓടി വന്ന് സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മീയ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. പ്രാർത്ഥനയുടെ വേദപാരംഗത എന്നറിയപ്പെട്ടിരുന്ന അമ്മ ത്രേസ്യ മരണകരമായ രോഗത്തിൽ നിന്ന് സുഖപ്പെടാൻ കാരണം വിശുദ്ധ യൗസേപ്പിതാവിന്റെ ശക്തമായ മധ്യസ്ഥ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കർമ്മലിത്ത സഭയുടെ നവീകരണത്തിനായി അക്ഷീണം പ്രയത്നിച്ച അമ്മ താൻ സ്ഥാപിച്ച മഠങ്ങൾക്ക് വിശുദ്ധ യൗസേപ്പിതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. മഹാനായ യൗസേപ്പിതാവിനെ പറ്റി അമ്മ ത്രേസ്യ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തിയിൽ എല്ലാവരെയും നയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിത്തരാൻ അവന് സാധിക്കുമെന്നതിന് എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. ഞാൻ അപേക്ഷിച്ച എന്തെങ്കിലും അവൻ സാധിച്ചു തരാത്തതായി എൻ്റെ ഓർമ്മയിലില്ല. ശ്രേഷ്ഠനായ ഈ വിശുദ്ധനിലൂടെ ദൈവം എന്നിൽ വർഷിച്ച വലിയ നന്മകളെ ഓർത്തും ശാരീരികവും മാനസികവുമായ ആപത്തുകളിൽ നിന്ന് എന്നെ വിമോചിപ്പിച്ചതിനെ ഓർത്തും ഞാൻ ആശ്ചര്യഭരിതയാകുന്നു. മറ്റെല്ലാ വിശുദ്ധർക്കും നമ്മുടെ ചില ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ദൈവം കൃപ നൽകുന്നതായി കാണുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ വിശുദ്ധ യൗസേപ്പിതാവ് എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവിനോട് മാധ്യസ്ഥ്യം തേടാൻ ഞാൻ ഉപദേശിച്ച മറ്റു വ്യക്തികൾക്കും ഇതേ അനുഭവമാണ് ഉള്ളത്. ദൈവസ്നേഹത്താൽ എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ: യൗസേപ്പിതാവിനോടുള്ള ഭക്തിയിൽ വളരുക. ഭാഗ്യപ്പെട്ട പിതാവായ യൗസേപ്പിന് തന്നെ സമർപ്പിച്ച് അവനോടുള്ള ഭക്തിയിൽ വളർന്ന് അവൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ എന്നെ വിശ്വസിക്കാത്തവർ പോലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പരിശോധിക്കും. ഈ ആഹ്വാനത്തോടെയാണ് തിരുസഭ കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ അധ്യാപിക യൗസേപ്പിതാവിനെക്കുറിച്ചുള്ള വാക്കുകൾ അവസാനിപ്പിക്കുക. എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കാനായി സ്വർഗം നൽകിയിരിക്കുന്ന സൗഭാഗ്യമായ വിശുദ്ധ യൗസേപ്പിതാവിനെ നമ്മുടെയും പ്രിയപ്പെട്ട വിശുദ്ധനാക്കാം.